ധൈര്യമായിട്ടിരിക്കെ, ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. പറമ്പിന്റെ കാര്യമാണെങ്കിൽ എന്നോടൊന്നും പറയണ്ട. എന്തിനാ വെറുതെ മനസ്സ് വിഷമിപ്പിക്കുന്നത്? അമ്മ ഇരിക്കേ. അമ്മയ്ക്ക് എന്നോട് ദേഷ്യമുണ്ടോ? എന്തിന്? ഇതിനൊക്കെ കാരണം എന്റെ പിടിപ്പുകാരാണെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? എല്ലാവർക്കും ഓരോരോ കാലദോഷങ്ങളുണ്ട് മോനെ. ഉജ്ജമ ഭാവത്തിന്റെ ഫലം എന്ന് കരുതി സമാധാനിക്കന്നെ. മറ്റൊരു പോംവഴി ഇല്ലാത്തോണ്ട് പറയാ. പറമ്പ് ലേലം കഴിഞ്ഞാലുടനെ ഈ വീടിന്റെ കേസും വിധിയാവും. കുഞ്ഞിക്കണ്ണനാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല. ഒരു ചില്ലിക്കാശ് പോലും നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. നോടി, മുതിർന്ന ഒരു വർത്തമാനം പറയുമ്പോ വായി നോക്കി വെക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഓ, അമ്മ സമ്മതിച്ചാല് ഈ 2 കടങ്ങളും തീർത്ത് സമാധാനമായിട്ട് ജീവിക്കാം. ഞാൻ നോക്കിയിട്ട് മറ്റൊരു വഴിയും കാണുന്നില്ലാത്തതുകൊണ്ടാണ്. വരുന്ന പോലെ വരട്ടെ, ടൗണിലെ വീട് നമുക്കങ്ങ് വിൽക്കാം. അത് വേണോ മോനെ? ലേലം കുറച്ചുകൂടി നീട്ടി വെച്ചൂടെ? എന്നിട്ട് 1 മാസത്തെ കൂടെ നീട്ടി വെക്കാം. അത് കഴിഞ്ഞാലോ പിന്നെ ഈ വീടിന്മേലുള്ള കടം. 10-200 രൂപ വാടക കിട്ടുന്നതല്ലേ മോനെ? ഇതൊക്കെ എനിക്ക് അറിയാൻ മേലഞ്ഞിട്ടാണോ അമ്മേ? തൽക്കാലം നാട്ടിൽ നമ്മുടെ മാനം കാക്കണ്ടേ? അതോ വലുത് വാടകയോ വലുത്? കുഞ്ഞിക്കണ്ണനാരോട് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്, ആ വീട് എഴുതി കൊടുത്താ സർവ്വ കടമൊഴിച്ച് 19,000 രൂപ കൈ കിട്ടും. ആ രൂപയ്ക്ക് ഞാൻ ടൗണിൽ നല്ലൊരു ബിസിനസ്സും കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോ നീ എല്ലാം ഉറപ്പിച്ചോ? അമ്മയുടെ സമ്മതം ഇല്ലാതെ ഞാൻ ഇതുവരെ വല്ലതും ചെയ്തിട്ടുണ്ടോ? എന്താ ചെയ്യാ? എങ്ങനെയെങ്കിലും ഈ വീടും പറമ്പും രക്ഷിക്കണം. അതാ പറഞ്ഞത്. ഞാൻ നാളെ തന്നെ കുഞ്ഞിക്കണ്ണനാരെ കാണാം. ഞാൻ നാട് വിട്ടെന്നും പോണില്ല എന്ന് ആ വക്കീലിനോട് പറ. അത്രയ്ക്ക് പട്നിയായി അയാള്. നാളെ തിരുവനന്തപുരത്തൊന്ന് പോണം. പെങ്ങളുടെ ഭർത്താവ് ദുബായിൽ നിന്ന് വരുന്നുണ്ട്. ഓഹോ, മറ്റന്നാ ഉറപ്പായിട്ടും ഞാൻ ആഫീസിലെത്തും. എന്താ പോരെ? അല്ല, ആളിനെ കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ച് അയച്ചതാ എന്നെ. എന്നെ കാണാണ്ട് അയാൾക്ക് എന്താ ഉറക്കം വരുന്നില്ലേ? കാശ് എന്നെ പ്രശ്നം. തൽക്കാലം താനിത് വെച്ചോ. കാര്യങ്ങളൊക്കെ ഭംഗിയായി കഴിഞ്ഞതിന് ശേഷം തന്നെ ഞാൻ ശരിക്കും ഒന്ന് കാണുന്നുണ്ട്. എന്താ പോരെ? നമ്മുടെ എതിർകക്ഷിയില്ല വരുന്നത്. ഒക്കെ പറഞ്ഞതുപോലെ സംഭവിക്കോ. അങ്ങനെ നാട്ടുകാരുടെ മുൻപിൽ താൻ ഒരു വഷളനാക്കി, ഒരു നിഷ്ഠൂരനാക്കി. തൃപ്തിയായില്ലേ എനിക്ക്? കുഞ്ഞിക്കണ്ണേട്ടന്റെ ആഗ്രഹം നടന്നല്ലോ. നാട് മുഴുവൻ ചെണ്ട പൊട്ടിച്ചില്ലേ? അത് തന്നെ ഞാനും പറയണത്. തന്നോട് ഞാൻ ക്രൂരത കാട്ടിന്നാ എല്ലാവരും പറയണത്. എനിക്ക് തരാനുള്ള പണത്തിനെ പറ്റി പറയുമ്പോ ആർക്കും ഒന്നും മിണ്ടാനില്ല. കാശ് തരില്ല എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. മരിക്കുന്നത് വരെ കാശ് തരാൻ ശ്ലോകം ചൊല്ലിക്കൊണ്ട് വല്ല കാര്യമായോ? തനിക്കറിയാലോ, എന്റെ പെങ്ങളുടെ ഭർത്താവിന്റെ കാശ് എടുത്താ തനിക്ക് തന്നത്. നാളെ അവൻ ദുബായിൽ നിന്ന് വരിക. കൊടുത്ത കാശിന് എന്തിനും തീരുമാനമായില്ലെന്ന് അവൻ ചോദിച്ചാൽ ഞാൻ എന്താ പറയാ? ഇപ്പൊ പിന്നെ ഒരു ഉറപ്പെങ്കിലും കിട്ടില്ലോ. ടൗണിലുള്ള വീട് മതി. ടൗണിലുള്ള വീടിന്റെ കാര്യം ഇനി താൻ പറയണ്ട. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഗോപാലകൃഷ്ണ, ഒട്ടും വൈകാതെ മറ്റേ കേസും വിധിയാവും. തന്നെയും കുടുംബത്തെയും പെരുവഴിയിൽ ഇറക്കി എന്നുള്ളൊരു ദുഷ്പേരും കൂടി താൻ എനിക്ക് സമ്പാദിച്ചു തരും. അതിന്റെ ഒന്നും ആവശ്യം വരില്ല എന്നേട്ടാ. ടൗണിലുള്ള വീട് കുറെ കാലമായല്ലോ ടൗണിലുള്ള വീടിന്റെ കാര്യം താൻ പറയാൻ തുടങ്ങിയിട്ട്. ഇതുവരെ അമ്മ സമ്മതിക്കഴിഞ്ഞിട്ടല്ലേ? എന്നിട്ട് ഇപ്പൊ സമ്മതിച്ചോ? സമ്മതിപ്പിച്ചു. എനിക്ക് ആരെയും പറ്റിക്കണമെന്ന് ഒരാഗ്രഹമില്ല കണ്ണേട്ടാ. കണ്ണേട്ടൻ എന്ന് പറഞ്ഞ പോലെ ഇവിടുത്തെ വീടിന്റെയും പറമ്പിന്റെയും മേലുള്ള കടമൊഴിച്ച് ബാക്കി കാശിങ്ങന്നോ. നീ ഇത് കാര്യമായിട്ട് പറയാണോ? ഇത് പിന്നെ തമാശ പറയാൻ പറ്റിയ വിഷയ. എന്റെ അച്ഛൻ RT ഓഫീസിൽ ക്ലർക്കായിരുന്നപ്പം ചോര നീരാക്കി ഉണ്ടാക്കിയ വീട്. ആ പുണ്യൊന്നും പറയണ്ട. RT ഓഫീസുകാര് ഒരു കാലത്തും ചോര നീരാക്കേണ്ടി വന്നിട്ടില്ല. അല്ലാതെ തന്നെ ഒരു വീട് വിലയ്ക്ക് വാങ്ങാൻ അവർക്ക് കഴിയും. അതുകൊണ്ട് അത് കളാ. മരിച്ചുപോയ അച്ഛൻ എന്തിനാ കുറ്റം പറയുന്നത്? അനുഭവിക്കാൻ ഒരു യോഗം വേണം. ഏതായാലും ആദ്യ പറമ്പ് ലേലത്തിനൊരു സ്റ്റേ വാങ്ങണം. അപ്പോ പുതിയൊരു എഗ്രിമെന്റ് ഉണ്ടാക്കണ്ടേ? ഉണ്ടാക്കാം. പക്ഷെ ഒരു കാര്യം, ആ വീട്ടിൽ നിന്ന് വാടകക്കാരെ ഒഴിപ്പിച്ചതിന് ശേഷം മതി രജിസ്റ്റർ. അത് മതി. ആരെപ്പ അവിടെ താമസം? അച്ഛന്റെ പരിചയത്തിലുള്ള പാർട്ടീസാ. ടാങ്ക് കിട്ടണം, പൈപ്പ് മാറ്റണം, വെള്ളം പൂശണം എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും കത്തെഴുതാറുണ്ട്. അതുകൊണ്ട് ഞാനങ്ങോട്ട് പോകാറില്ല. പക്ഷെ മര്യാദക്കാരാ. വാടക കൃത്യമായിട്ട് അയച്ചു തരുന്നുണ്ട്. അവിടെ ചെന്ന് അവരോട് ഒഴിയാൻ പറ. അത് ഞാൻ ഏറ്റു. ലേലത്തിന് സ്റ്റേ 1 മാസത്തേക്ക് കിട്ടും. അതിനുള്ളിൽ ആളൊഴിപ്പിച്ച് രജിസ്റ്റർ ചെയ്ത് തന്നാൽ ഇവിടുത്തെ വസ്തുക്കളിന്മേലുള്ള കടം ഒഴിഞ്ഞു തരുന്നതായി ഒരു എഗ്രിമെന്റ് എഴുതിച്ചോളൂ. ഇനി സാക്ഷികള് ഇവിടെ പേരെഴുതി ഒപ്പിട്ടോളൂ. ഓ, പേരേതാ അറിയില്ല അല്ലേ? ഇവിടെ വരും.
ബാലകൃഷ്ണപ്പണിക്കരെ ഈ മാസം 31-ാം തീയതിക്കകം അവിടുത്തെ താമസക്കാരെ ഒഴിപ്പിച്ചിരിക്കണം. ഞാൻ കത്തെഴുതി കഴിഞ്ഞു. സിറ്റിയിൽ വേറെ വീട് കിട്ടുമല്ലോ. കത്ത് കിട്ടിയാൽ ഉടൻ അവര് മാറും. ചെന്ന് താക്കോല് വാങ്ങിയാൽ മാത്രം മതിയോ? ഇന്ന് ലേറ്റ് തന്നെ. അമ്മേ, ഒന്നെങ്കിൽ വരുന്നുണ്ടോ? നേരം പോയി. ആ ഓട്ടക്കാരി ഇന്നെങ്കിൽ വരട്ടെ. നേരത്തിന് സ്കൂളിൽ എത്തണമെന്ന് ഒരു വിചാരമില്ല അവൾക്ക്. അമ്മേ, നീയേ ഉള്ളൊരു തുണ എന്റെ ഗുരുവായൂരപ്പ. അച്ഛനില്ലാത്ത കുട്ടികളാ. എന്റെ കണ്ണടഞ്ഞാ പിന്നെ അവർക്ക് വേറെ ആരുമില്ല. കുറച്ചുകൂടെ ഭേദപ്പെട്ട ഒരു ജോലി നീതിക്ക് വാങ്ങി കൊടുക്കരുതോ എന്റെ കൃഷ്ണ. ദീപമോളെ പരീക്ഷയെ തോപ്പിക്കല്ലേ. മോനിക്കുട്ടന്റെ കാര്യത്തിൽ എനിക്ക് ആകെ ഒരു വിഷമം. ചെക്കന് തീറ്റി എന്നല്ലാതെ വേറെ ഒരു വിചാരവും ഇല്ല. അവനെ പഠിപ്പിച്ച് ഒരു വലിയ ഡോക്ടറാക്കണമെന്നാ എന്റെ ആഗ്രഹം. എടാ മോനു, നിക്കടവിടെ. അമ്മേ, മതിയമ്മേ പ്രാർത്ഥിച്ചത്. ഒന്ന് അടുക്കളയിൽ വന്ന് നിക്ക്, എനിക്ക് കുളിക്കണം. അമ്മയുടെ മോനാ ഡോക്ടർ ഉണ്ടല്ലോ, അവൻ അടുക്കളയിൽ കയറി ദോശ ഇട്ട് തിന്നാ. അവന്റെ ചെവി ഞാൻ ചെമ്പാക്കും. എത്ര പറഞ്ഞിട്ടും അവനെ ചീത്ത സ്വഭാവം കളയുന്നില്ലല്ലോ. അവന് വിശന്നിട്ടായിരിക്കും മോളെ. ആ, ഇതാ കുഴപ്പം. അമ്മ അവനെ വഷളാക്കുന്നത്. ഞങ്ങളിന്ന് നെഹ്റു പാർക്ക് വരെ ഓടി ചേച്ചി. ഒട്ടും ക്ഷീണം തോന്നിയില്ല. പഠിത്തം മതിയാക്കി ഓട്ടം മാത്രായോ? ഹോംവർക്ക് ഒക്കെ രാത്രി തന്നെ ചെയ്തു ചേച്ചി. വായിക്കാനൊന്നുമില്ലേ? ദിവസേന 1 മണിക്കൂറെങ്കിലും ഓടണമെന്ന് ടീച്ചർ പറഞ്ഞു. ഉഷ ചേച്ചിക്ക് ഇത്രയും സ്റ്റാമിന കിട്ടിയത് അങ്ങനെയാണത്രേ. ഏത് ഉഷ ചേച്ചി? ഉഷ ചേച്ചി, PT ഉഷ ചേച്ചി. ഉഷ ചേച്ചിയുടെ അതേ സ്റ്റൈലിലാണ് ഇത്ര ഞാനും ഓടുന്നത്. ടീച്ചറാ പറഞ്ഞത്. ഓടിയപ്പുറത്ത്. മോള് പോയി കുളിച്ചാട്ടെ. ഡോക്ടർ പിന്നെയും വരും കട്ട് തിന്നെ. അമ്മ അകത്തോട്ടിയല്ലേ. ബുക്കും പുസ്തകമൊന്നും വേണ്ടടാ നിനക്ക്. ഓ, ഞാനതങ്ങ് മറന്നുപോയി. ഇതിപ്പോ കൊണ്ടുപോയിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഓ, നേരം പോയി. പോട്ടെ അമ്മേ.